പ്രശാന്തേട്ട, രാഹുൽ ഗാന്ധി അമേരിക്കയിൽ പോയി. പക്ഷേ രാഹുൽ ഗാന്ധി അമേരിക്കയിൽ പോയതിനു ശേഷം നമ്മൾ ഓരോ തവണയും അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ മുമ്പൊക്കെ ആളുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ മുഴുവൻ ഇന്ത്യാ വിരുദ്ധതയുണ്ട് എന്ന് വ്യാപകമായ ആക്ഷേപമുണ്ട്. അപ്പോൾ അതിനകത്ത് മറ്റൊരു പ്രസംഗം, ഖലിസ്ഥാൻ തീവ്രവാദികൾ, അവർക്ക് സന്തോഷം പകരുന്ന കാര്യങ്ങളൊക്കെ അദ്ദേഹം അവിടെ ചെന്നിട്ട് പറയുന്നു. ഇവിടെ നമ്മുടെ പഞ്ചാബിൽ സിഖുകാരെ സംബന്ധിച്ച് അവർക്ക് ഇപ്പോൾ തലപ്പാവ് ധരിക്കാനോ അല്ലെങ്കിൽ ഗുരുദ്വാരകളിൽ പോകുന്നതിനോ അല്ലെങ്കിൽ കയ്യിൽ സ്റ്റീൽ വള ധരിക്കുന്നതിനോ ഒന്നും ഇവിടെ അങ്ങനെ വിലക്കൊന്നും ഉള്ളതായിട്ട് നമുക്കാർക്കും അറിയില്ല, അങ്ങനെ ആരും വിലക്കിയിട്ടില്ല. പക്ഷെ അദ്ദേഹം പറയുന്നത് ഇതൊക്കെ ഇവിടെ അവർ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഖലിസ്ഥാൻ തീവ്രവാദികൾക്ക് സന്തോഷം പകരുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവന. അവർക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് അദ്ദേഹം ചെയ്തത്, അറിഞ്ഞോ അറിയാതെ. അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഈ പ്രസംഗമൊക്കെ എഴുതി കൊടുക്കുന്ന ആളിനെ ആദ്യം പിടിച്ച് ഇവിടെ കൊണ്ടുവരണം. അല്ല, ഇയാളെ പറ്റി പറയുമ്പം ഇയാൾ എവിടാ ജീവിക്കുന്നത്? സത്യം പറഞ്ഞാൽ സ്വന്തം കുടുംബത്തോടെങ്കിലും ഈ മനുഷ്യന് താല്പര്യമോ സ്നേഹമോ വല്ലതും ഉണ്ടോ? കാരണം അയാളുടെ അമ്മൂമ്മ ഇല്ലേ, ഇന്ദിരാഗാന്ധിയെ വളരെ നിഷ്ഠൂരമായിട്ട് വെടിവെച്ച് വന്ന ഖാലിസ്ഥാൻവാദികളെ പോയി അവർക്ക് സപ്പോർട്ട് ചെയ്യുകയും അവരുടെ നേതാക്കന്മാരുടെ അനുഭാവം പിടിച്ചു പറ്റുകയും ഇപ്പൊ പപ്പു പന്നുവിന്റെ ചേട്ടനായിട്ട് വന്നിരിക്കുകയാണ്. കാരണം അത്തരത്തിൽ, കാരണം സ്വന്തം കുടുംബത്തിലുള്ളവരെ തന്നെ കൊന്ന ആൾക്കാരെ കൂട്ടുപിടിച്ച് ഈ രാജ്യത്തെ ശിഥിലമാക്കാൻ നിൽക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവ്. ഇയാൾ അമേരിക്കയിൽ പോകുന്നതിന് മുമ്പ് നമ്മൾ സംസാരിച്ചതാണ്. ഇയാൾ അമേരിക്കയിൽ പോകുന്നത് മറ്റൊന്നിനും വേണ്ടിയല്ല. ഇയാൾ അമേരിക്കയിൽ പോകുന്നത് ഇന്ത്യ വിരുദ്ധ പറയുന്നതിന് വേണ്ടിയാണ്. ഇയാൾ അമേരിക്കയിൽ പോകുന്നത് ഇന്ത്യയിലെ അല്ലെങ്കിൽ ഇന്ത്യക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരെ കാണുന്നതിന് വേണ്ടിയാണ്. ഇയാൾ നേരത്തെ അമേരിക്കയിൽ പോയതും അതിനു വേണ്ടിയാണ്. അവരുടെ പേരുമൊക്കെ എടുത്ത് നമ്മൾ ചർച്ച ചെയ്തതാണ്. മനസ്സിലാവുന്നുണ്ടോ? ജോർജ് സോറോസിന്റെ കാര്യമായാലും ബൈഡനെ രഹസ്യമായിട്ട് കണ്ട കാര്യമൊക്കെ. ഇപ്പം നമ്മളിപ്പം വിചാരിച്ചു ഇയാൾ പ്രതിപക്ഷ നേതാവായി കഴിഞ്ഞപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു മാറ്റം വരും, അല്ലെങ്കിൽ അയാളുടെ പറച്ചിലിന് ഒരു ഒതുക്കം വരും, ഇയാളുടെ ചെയ്തികൾ രഹസ്യമായിട്ടായിരിക്കും. ഇയാൾ എന്തിന്റെ നേതാവാണ് ഇയാൾ? രാഹുൽ ഗാന്ധി അവിടെ ചെന്നപ്പോൾ പന്നൂരെ കാണുന്നു, ഇന്ത്യക്ക് വിഭജനം അല്ലെങ്കിൽ ഖാലിസ്ഥാൻ ഭാഗമായിട്ട് നിൽക്കുന്നത്, പ്രത്യേക രാജ്യം വേണമെന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്ക് അനുകൂലമായിട്ടിരിക്കുന്നത്. രണ്ട്, പാകിസ്ഥാൻ സപ്പോർട്ട് ചെയ്യുന്ന നേതാക്കന്മാരെ കാണുന്നു. ഇന്ത്യക്ക് ജനാധിപത്യമില്ലെന്ന് പറയുന്നു. ഇയാൾ സിഖ് സമൂഹം അല്ലെങ്കിൽ നമ്മുടെ സമൂഹമായിട്ട് സംസാരിച്ചപ്പോൾ സിഖുകാരന്റെ പേരെടുത്ത് വിളിച്ചിട്ടാണ് ചോദിക്കുന്നത്, നിങ്ങൾക്ക് ഇവിടെ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അവിടെ ഇതൊന്നുമില്ല, നിങ്ങൾ അവിടെ തലപ്പാവ് കെട്ടാൻ പറ്റുന്നില്ല, ഗുരുദ്വാരെ പോകാൻ പറ്റുന്നില്ല. ഇയാളെ ഒരു മുസ്ലിമോ ഒരു ക്രിസ്ത്യാനിയോ ഒരു ഹിന്ദുവോ ഇവിടെ അവർ തമ്മിലുള്ള പ്രശ്നങ്ങൾ കാണും. സ്വാതന്ത്ര്യമില്ലെന്ന് പറയും ഇന്ത്യയിൽ. ഇത്രയും സ്വാതന്ത്ര്യമില്ല. ഇയാൾക്ക് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം. ഇയാൾ എന്തെല്ലാം തോന്നിവാസം ഇവിടെ പറയുന്നത്? ഇയാൾ ഇത്ര ഉത്തരവാദിത്തപ്പെട്ട ഒരുത്തനായിട്ട് ഇരുന്നിട്ട് രാജ്യദ്രോഹം അല്ലേ പറയുന്നത്? എന്നിട്ട് ഇയാൾക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടല്ലോ, ഇയാൾക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ടല്ലോ, ഇയാളുടെ തോന്നിവാസങ്ങളെല്ലാം പറഞ്ഞിട്ട് പിന്നെ ഇവിടെ ജനാധിപത്യമില്ലെന്ന് പറയുന്നത്? ഇയാളൊരു തലവേദനയായിട്ട് മാറിയിരിക്കുക. എനിക്ക് തോന്നുന്നു ഇയാൾക്ക് ജനാധിപത്യ സംവിധാനത്തിൽ കൂടി അധികാരത്തിൽ വരാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് ഇയാള് ഇപ്പൊ നോക്കുന്നത് ഈ രാജ്യവിരുദ്ധ ശക്തികളുടെ നേതാവായിട്ട് ഈ രാജ്യത്തെ അട്ടിമറിക്കാൻ നിൽക്കുകയാണ്. ഇയാൾക്ക് യൂണിവേഴ്സിറ്റി പോയി പ്രസംഗം നടത്തിയില്ലേ? ഇയാൾ യൂണിവേഴ്സിറ്റി പോയി പ്രസംഗം നടത്തുമ്പോൾ ആ യൂണിവേഴ്സിറ്റിയില്ല, അമേരിക്കയിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ എവിടുന്നൊക്കെയുള്ള വിദ്യാർത്ഥികളുണ്ട്. ഈ വിദ്യാർത്ഥികളെല്ലാം ഇയാളുടെ കാര്യം കേട്ടിട്ട്, ഇന്ത്യക്ക് എതിരായിട്ട് പറയുന്ന കേട്ടിട്ട്, ഇന്ത്യയിലെ ഒരു പ്രതിപക്ഷ നേതാവ് ഇന്ത്യക്ക് അകത്തെ കാര്യങ്ങൾ ഇത്തരത്തിലാന്ന് പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അവരവിടെ രാജ്യത്ത് പോയി എങ്ങനെ ചർച്ച ചെയ്യും? അല്ലെങ്കിൽ ഇന്ത്യയെ പറ്റി അവരെങ്ങനെ വിചാരിക്കും? ബോധമുള്ളവരാണെങ്കിൽ, അമേരിക്കയിലൊക്കെ പഠിക്കുന്ന പിള്ളേർക്ക് അത്യാവശ്യം ബോധമുള്ളവരാണെങ്കിൽ ഇയാളെ പുച്ഛിച്ച് തള്ളും പ്രസംഗം കേട്ടിട്ട്. അവരുടെ മര്യാദ കൊണ്ടാണ് ഇയാൾ എണീറ്റ് പോകാൻ പറയാത്തത്. മനസ്സിലാണ്ട്? നമ്മളിപ്പം അറിയാൻ സാധിക്കുന്നത് ഏറ്റവും അടുത്ത് ഇന്ത്യൻ വംശജർക്ക് ഇയാളോട് വെറുപ്പായി തുടങ്ങി. ഇവിടെ കയറാൻ പറ്റത്തില്ല. ഇന്ത്യയിലെ സിഖുകാർ ഇന്നലെ സോണിയാഗാന്ധിയുടെ വസതി ഉപരോധിച്ചു, അതിനുശേഷം ഇയാളുടെ വസതി ഉപരോധിച്ചു. ഇയാൾ ഇവിടെ വന്നു കഴിയുമ്പോൾ വളരെ വലിയ പ്രകടനം നടത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇയാൾ അവിടെ പോയി ജനാധിപത്യ സംവിധാനത്തിൽ കൂടിയല്ലേ ഇന്ത്യ പോകുന്നത്. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് അവിടുത്തെ ജാതിയും അല്ലെങ്കിൽ മറ്റൊന്നിനും വേണ്ടിയല്ല, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ്. ഇവിടുത്തെ ഓരോ ജാതിക്കാരനും ഇന്ത്യയിൽ മര്യാദയ്ക്ക് നടക്കാൻ വേണ്ടിയൊക്കെയാണ് ഞാൻ സംസാരിക്കുന്നതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ട്? എന്നിട്ട് ഉടനീളമുള്ള ഇന്ത്യ വിരുദ്ധ ശക്തികളുമായിട്ട് ചർച്ച നടത്തുകയാണ്. ഇതൊക്കെ വളരെ പരസ്യമായിട്ട് വലിയ കാര്യമായിട്ടാണ് ചെയ്യുന്നത്. ഇയാൾ നാളെ കാലത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആവാൻ നിൽക്കുന്ന ആളല്ലേ? ഈ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആകുമ്പോൾ ഇന്ത്യക്കെതിരെ നിൽക്കുന്ന ആൾക്കാർ അന്ന് ഇയാൾക്ക് എങ്ങനെ ആവും? ഇങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഇന്ദിരാഗാന്ധിയുടെ അതിബുദ്ധിക്ക് ആ സ്ത്രീ അവിടുത്തെ ശിരോമണി അകാരികൾ എന്ന് പറയുന്ന പഞ്ചാബിൽ നിന്നിരുന്ന പാർട്ടി ഒതുക്കാൻ വേണ്ടി ആണല്ലോ അന്ന് ഖാലിസ്ഥാൻ വാദം ഉണ്ടാക്കിയത്. ഖാലിസ്ഥാൻ വാദം ഉണ്ടാക്കി എന്ത് സംഭവിച്ചു?
അന്ന് ഖാലിസ്ഥാൻ നേതാവായിട്ടുള്ള വിദ്യൻ ബാലയെ പ്രൊമോട്ട് ചെയ്തു കൊടുത്തു, അയാളെ വലുതാക്കി. അവസാനം അയാള് വലുതായി കഴിഞ്ഞപ്പോൾ സാധാരണ തീവ്ര സ്വഭാവമുള്ള അല്ലെ തീവ്രവാദികൾ ചെയ്യുന്നത് പോലെ തന്നെ അയാൾക്ക് സ്വന്തം രാജ്യം വേണമെന്നായി, അയാൾക്ക് അവിടുത്തെ രാജാവാവണമെന്നായി, അല്ലെങ്കിൽ ഒരു രാജ്യം ഉണ്ടാക്കി അവിടുത്തെ പ്രസിഡന്റ് ആവണമെന്നായി. അപ്പൊ അയാളെ ഒതുക്കേണ്ട ഇതിലേക്ക് അപ്പോഴത്തേന് വളരെ വലിയ ഇതിലേക്ക് എത്തി. അവരൊരു രാജ്യസ്നേഹി ആയതുകൊണ്ട് അയാളെ ഒതുക്കാൻ വേണ്ടി ശ്രമിച്ചു. അവസാനം ആ ഒരു ബ്ലൂ സ്റ്റാർ ഓപ്പറേഷനിൽ നിന്ന് വന്ന ആ പകയിൽ നിന്നാണല്ലോ ഇവരുടെ മരണം സംഭവിക്കുന്നത്. അതിനകത്ത് അമേരിക്കൻ ഇടപെടലുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ തന്നെ അയാൾ സംസാരിക്കുന്നത് സ്വന്തം മുത്തശ്ശിയെ കൊന്ന ഖാലിസ്ഥാൻവാദികൾക്ക് അഭയം കൊടുത്തിരിക്കുന്ന അമേരിക്ക അതിന് ചുക്കാൻ പിടിച്ചെന്ന് പറഞ്ഞ അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗം അവിടെ ചെന്നാണ് അയാൾ ഇന്ത്യ വിരുദ്ധ ഇത് പറയുന്നത് മനസ്സിലുണ്ട്. ഇത് എഴുതി കൊടുക്കുന്ന ആരപ്പാ ഇത്? അതാണ് വായിച്ചു നോക്കിയിട്ടെങ്കിലും ഒരു ബോധം വേണ്ടേ? എന്തുവായാലും ആരാണ്ട് ഈ വിരുദ്ധ ശക്തികളാണ് ഇയാൾക്ക് എഴുതി കൊടുക്കുന്നത്. ഇന്ന് ഞാൻ പറയുന്നത് 55 വയസ്സായി ആ മനുഷ്യന്. ഒരു 17കാരന്റെ ബോധം പോലും ഇല്ലാത്ത അവസ്ഥ. ആ ഒരു 17കാരൻ ഒരു വിദ്യാർത്ഥിയെ കണ്ടൊരു ചോദ്യം ചോദിച്ചു, ഇന്ത്യ എന്ന് പറയുന്ന നിങ്ങളുടെ ഒരു മുന്നണി ഉണ്ടല്ലോ, പ്രതിപക്ഷ മുന്നണിയുടെ അർത്ഥം എന്തുവാന്ന്. അവസാനം INDA ഏടെ അർത്ഥം പറയാൻ പുള്ളിക്ക് അറിയത്തില്ല. അവസാനം തിരിച്ചും മറിച്ചും ചോദിച്ചു, അവതാരം നിന്ന് ചിരിച്ചു. അവസാനം ആരാണ്ട് പറഞ്ഞു കൊടുത്ത അലയൻസ് എന്നാണ് അങ്ങനെ പറഞ്ഞു. അത്രയ്ക്കുള്ള ബുദ്ധിയേ ഉള്ളൂ. ഇയാൾ ഇന്ത്യ മഹാരാജ്യം ഭരിക്കാൻ നടക്കുന്നത്. ഇയാൾക്ക് പക്ഷേ വേറെ ചില കാര്യത്തിനകത്തൊക്കെ ബുദ്ധിയുണ്ട്. കാരണം അഫ്ഗാൻ രാജകുമാരിയെ പ്രേമിക്കാനും അല്ലെങ്കിൽ വേറെ മയക്കുമരുന്ന് കള്ളക്കടത്തുകാരന്റെ മോളെ 2 പിള്ളേരെ ഉണ്ടാക്കി കൊടുക്കാനും ഇതൊക്കെ ലിക്സിനകത്ത് വന്ന നിലയിൽ ഇയാൾ എല്ലാത്തിനും മറുപടി പറയുക, എല്ലായിടത്തും അഭിപ്രായം പറയുകയും ചെയ്യുന്നില്ലേ? ഇയാൾ എന്താ അത് പറയാത്തത്? അപ്പം ഇന്ത്യക്ക് അകത്ത് നിന്നുകൊണ്ട് ഇന്ത്യ വിരുദ്ധ ശക്തികളെ പ്രൊമോട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇന്ത്യക്ക് വെളിയിൽ പോയിക്കൊണ്ട് ഇന്ത്യക്കെതിരെ പറയുക, ഇത്തരത്തിൽ. കാരണം ഇത് വലിയൊരു പ്രശ്നമായിട്ട് പറയുക. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇന്നലെ ഹർദീപ് സിംഗ് പുരി, അദ്ദേഹം കേന്ദ്രമന്ത്രിയാണല്ലോ, അദ്ദേഹം ഇതിനകത്ത് ഇടപെട്ട് സംസാരിച്ചിട്ടുണ്ട്. എനിക്കറിയത്തില്ല, ഞാൻ ഇത്രയും നാൾ കണ്ടിട്ടില്ല, ഞാൻ ഇപ്പോഴാണ് മന്ത്രിയായത്. ഇതിനു മുമ്പ് ഞാൻ വളരെ കാലം കൊണ്ട് ഇന്ത്യയിൽ നടക്കുക, എനിക്ക് തലപ്പാവ് കിട്ടുന്നതിനും അല്ലെങ്കിൽ മറ്റൊന്നിനും ഒരു പ്രശ്നമായിട്ട് വന്നിട്ടുണ്ട്. 1984 ഇവിടുത്തെ ഈ സിഖുകാരെ കൂട്ടക്കൊല ചെയ്ത സമയത്ത് സിഖുകാർക്ക് 10,000 പേരെ വളരെ നിരപരാധികളെ കൂട്ടക്കൊല നടത്തി, അല്ലെങ്കിൽ അവർക്ക് വീട് നഷ്ടപ്പെട്ടു. ആ സമയത്ത് സിഖുകാർക്ക് ഭയത്തോടു കൂടിയാണ് ഇന്ത്യ മഹാരാജ്യം നടന്നിട്ടുള്ളത്. അതിനു മുമ്പും അല്ലെങ്കിൽ ഇപ്പോഴും ഒന്നും ഈ സിഖുകാർക്ക് യാതൊരു പ്രശ്നവുമില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. അതുപോലെ BJP നേതാവ് RP സിംഗ് കോടതി കയറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇയാളെ കോടതി കയറ്റുമല്ല, ഇയാളെ പിടിച്ച് അകത്തിടണം. രാജ്യദ്രോഹ കുറ്റം ചുമത്തി UAPA ചുമത്തി ഈ രാജ്യദ്രോഹിയായിട്ടുള്ള രാഹുൽ ഗാന്ധിയെ അകത്തിടണം. അതിനകത്ത് യാതൊരു ഇതും വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം ഇത്തരത്തിൽ എന്തും പറയാമെന്ന് കഴിയുന്ന, അല്ലെങ്കിൽ എന്തും പറഞ്ഞ് ഇന്ത്യക്ക് വിരുദ്ധമായിട്ടുള്ള എവിടുന്നേലൊക്കെ അച്ചാരം മേടിക്കും. ഇയാൾ പോയേക്കുന്ന പൈസ ചൈനക്കാരനാ കൊടുത്തതെന്നാണ് പറഞ്ഞത്. അതിന് അവിടെ ചെന്നിട്ട് ചൈനയെ പ്രൊമോട്ട് ചെയ്തത്. കഴിഞ്ഞ ആഴ്ച വരെ ചൈനയിലെ സാമ്പത്തിക സ്ഥിതി മോശമാണ്, അല്ലെങ്കിൽ അവിടെ തൊഴിലില്ലായ്മയുണ്ട് എന്ന് ഇവിടുത്തെ വിദേശ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തതിന്റെ പിറ്റേന്ന് എന്നാ പറയുന്നത് ചൈനയിലേ ഉള്ളൂ തൊഴിൽ, അവിടെ ഉള്ളു സമ്പന്നമായിട്ടിരിക്കുന്നത്, ബാക്കി എല്ലായിടത്തും പ്രശ്നമാണ്. ഇവിടെ ജാതിയുടെ മതത്തിന്റെയും പേര് വിഷയമാണ്, ജനാധിപത്യമില്ല. അമേരിക്കയിൽ ചെന്നിരുന്ന് പറയാ അവിടെ വർണ്ണവറിയുടെ കേസ് ഒരു ദിവസം 4 മീതം എടുക്കുന്നിടത്ത് എന്ന് പറയുന്നത് ഈ ജാതിയുടെ മതത്തിന്റെ പേരിൽ ഇവിടെ പ്രശ്നമാണ് അമേരിക്കയിൽ ചെന്നെന്ന് പറയാം. അപ്പൊ അമേരിക്കയിൽ ചെന്നുകൊണ്ട് അമേരിക്കയ്ക്ക് കൂടെ പണി കൊടുക്കും. കാരണം അമേരിക്കയ്ക്ക് ഏറ്റവും മോശമായിട്ട് അല്ല ചൈന. ആ ചൈനയ്ക്ക് അനുകൂലമായിട്ട് സംസാരിക്കുക. ഇയാൾ പോകുന്നതിന്റെ പൈസ ചൈന കൊടുത്താന്ന് പറയുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ട്? അതായത് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇയാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യക്കകത്ത് വിഭജനം നടത്തണമെന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഖാലിസ്ഥാൻവാദികൾ. ഖാലിസ്ഥാൻവാദി നേതാവ് പുരി ഒരുത്തനുണ്ട് പന്നു പറഞ്ഞ ഞങ്ങളുടെ നേതാവ് തന്നെയാണ്. അദ്ദേഹം പറയുന്നത് കേട്ടില്ലയോ? അതുകൊണ്ട് പഞ്ചാബിൽ ഹിതപരിശോധന നടത്താൻ സമയമായി. അപ്പൊ പന്നു 2 കാശ്മീരിൽ ഇലക്ഷൻ നടക്കാൻ ഉള്ള സമയമായിട്ടുണ്ട്. അപ്പൊ കാശ്മീർ വിഘടനവാദമായിട്ടിരിക്കുന്ന അമേരിക്കൻ MP കണ്ടിട്ട് വന്നിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അതിനുശേഷം ബോർഡറിൽ വെടിവെപ്പ് തുടങ്ങി. അതായത് ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവിന്റെ സപ്പോർട്ട് ഉണ്ട്. ഇതുവരെ ഈ 10 കൊല്ലം ബോർഡറിൽ വെടിവെപ്പില്ല ജോണേ, ബോർഡറിൽ വെടിവെപ്പില്ല. ഇടയ്ക്കിടയ്ക്ക് എവിടുന്നേലൊക്കെ ഞൊഴഞ്ഞു കയറുന്നതിനെ വെടിവെച്ച് കൊല്ലുന്നേ ഉള്ളൂ. പാകിസ്ഥാൻ തൊട്ടിട്ടില്ല. നമ്മൾ തന്നെ പല ഇടത്തും ചോദിക്കുന്നില്ല, ഇപ്പൊ പാകിസ്ഥാൻ എന്തോ തോക്കില്ലയോ നമ്മുടെ ബോർഡറിലൊന്നും, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ വീണ്ടും തുടങ്ങി. അതായത് അവർക്ക് വേണ്ട സപ്പോർട്ടുകൾ കൊടുക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അതിന് കരുത്തുള്ള ഒരാൾ ഇവിടെ ഉണ്ടായെന്ന് അവർക്ക് തോന്നി, അല്ലെങ്കിൽ മനസ്സിലായി, അല്ലെങ്കിൽ അതിന് മുന്നിൽ നിന്ന് നയിക്കുന്നു. ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സാധാരണ പന്നു ഖാലിസ്ഥാൻവാദത്തിന് വേണ്ടി മുന്നിൽ നിന്ന് നയിക്കുന്ന ആളാണ്. അയാൾ എവിടെ കിട്ടിയാൽ നമ്മൾ പിടിച്ച് അറസ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ ബാക്കി തീവ്രവാദികളെ അവിടെ ഇലക്ഷൻ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷൻ 55% വരെ വോട്ട് ചെയ്തു. നേരത്തെ അവിടെ ഇലക്ഷൻ അട്ടിമറിച്ചത് കോൺഗ്രസ് ആണ്. 90 കാലഘട്ടത്തിൽ ഇലക്ഷൻ അട്ടിമറിച്ച കോൺഗ്രസ്. അന്നോട്ട് അവിടെ സ്വതന്ത്രമായിട്ടുള്ള ഇലക്ഷൻ നടന്നിട്ടില്ല. വീണ്ടും ഇലക്ഷൻ നടക്കുന്ന ഒരു അവസ്ഥ വന്നപ്പോൾ ആ ഇലക്ഷൻ നടത്തുന്നത് ഏറ്റവും ക്ഷീണമായിട്ടുള്ളത് പാകിസ്ഥാനാണ്. ആ പാകിസ്ഥാന് സഹായമാകുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ സംസാരം.
അപ്പം ഈ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുന്ന രാഹുൽ ഗാന്ധി ഇവിടെ തീവ്ര ഗ്രൂപ്പുകളുടെ എല്ലാം നേതാവാണെന്ന് പരസ്യമായിട്ട് പറഞ്ഞു പോകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തെ രാജ്യദ്രോഹ കുറ്റത്തിന് പിടിച്ച് അകത്തിടേണ്ടതാണ്. അത് ചെയ്യുന്നതിന് വേണ്ടി ഇവിടുത്തെ പ്രധാനമന്ത്രിയും അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിയും ഈ ഗവൺമെന്റും ഒക്കെ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടുത്തെ മാന്യമായിട്ടുള്ള ജനങ്ങൾ മൊത്തം ഇയാൾക്കെതിരായി തുടങ്ങി. വിദേശത്ത് നിന്ന് ഇന്ത്യ വംശപരമായിട്ട് സംസാരിക്കുന്ന ഇന്ത്യൻ വംശവരും അവർ ഇന്ത്യയെ സ്നേഹിക്കുന്നവരാ. അതുകൊണ്ടാണല്ലോ ഇന്ത്യൻ പ്രധാനമന്ത്രി പലയിടത്ത് ചെല്ലുമ്പോൾ അവരുടെ സ്നേഹവും കാര്യങ്ങളും കണ്ടില്ല. അവരുടെ വിജയ മാർഗമായിട്ടൊക്കെ പോയി അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൽ അവിടെയൊക്കെ നിന്നു പോകുന്നൊക്കെ ആൾക്കാരാണ്. പക്ഷെ അവർക്ക് ഇപ്പോഴും കൂറിവിടെ കിടക്കുകയാണ്. ഈ കൂറുള്ള മനുഷ്യർ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവ് എന്നുള്ള വിചാരത്തിൽ അല്ലെങ്കിൽ ഇന്ത്യക്കാരൻ എന്നുള്ള വിചാരത്തിൽ അയാൾ അദ്ദേഹത്തെ കാണാൻ വരുമ്പോൾ ഇന്ത്യ വിരുദ്ധം സംസാരിക്കുന്നു. ഈ ഇന്ത്യ വിരുദ്ധം സംസാരിക്കുന്നത് കൊണ്ട് ഈ വിദേശത്തുള്ള ആൾക്കാർ പോലും ഇദ്ദേഹത്തിനെതിരായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇപ്പം സിഖുകാർ പറഞ്ഞേക്കുന്ന ഇയാളെ പഞ്ഞിക്കിടുമെന്നാണ് പറഞ്ഞേക്കുന്നത്. കാരണം ബാക്കിയുള്ളവരുടെ കൂട്ടല്ല. ഈ സിഖുകാർക്ക് ഭയങ്കര അവര് മാറുന്നവരല്ല, അവർക്ക് വലിയ വികാരമുള്ള ആൾക്കാരാണ്. അവര് നമ്മള് ഒരു കഥയുണ്ട്, സിഖുകാരെന്ന് പറഞ്ഞാൽ അവരുടെ തന്റെ ഇടത്തെ പറ്റി അവരുടെ പ്രശ്നത്തെ പറ്റിയുള്ള കഥയുണ്ട്. നമ്മളിപ്പം ഒരു 10 ഏക്കർ സ്ഥലത്തിൽ ഒരു സിഖുകാരനെ കാവലേൽപ്പിച്ചാൽ ഇനി 10,000 ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നാൽ ആ മനുഷ്യനെ കൊല്ലാതെ അതിനകത്ത് കയറാൻ ഒക്കത്തില്ല. അത്രയ്ക്ക് തന്റെ ഇടമുള്ള ആൾക്കാരാണ്. അത് മനസ്സിലാവാൻ മതി. ഈ സിഖുകാർ ശരിക്കും ഇന്ത്യക്ക് വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ ഹിന്ദുവിന് എതിരായിട്ട് വരുന്നൊരവസ്ഥ വന്ന് എന്തറിയാം, 84 സിഖ് കലാപത്തോടു കൂടിയാണ്. അതുവരെ ഇത്രയും ഒരു വികാരം വന്നിട്ടില്ല. കാരണം ഇവിടുത്തെ ഹിന്ദുക്കളെ എന്നും സഹായിച്ചുകൊണ്ടിരുന്ന അവരുടെ പട്ടാളത്തെ പോലെ നിന്നിരുന്ന ആൾക്കാരാണ് ഈ സിഖുകാർ എന്ന് പറയുന്നത്. അവരുടെ അന്നത്തെ ആ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷനും അതിനുശേഷമുള്ള കൂട്ടക്കൊലയ്ക്കും ഒക്കെ ശേഷമാണ് രാജീവ് ഗാന്ധിയുടെ കാലത്ത്, രാജീവ് ഗാന്ധി അന്നല്ലേ പറഞ്ഞത്, വലിയ മരം വീഴുമ്പോൾ സിഖ് കൂട്ടക്കൊലയെ പറ്റി ചോദിച്ചപ്പോൾ ഇദ്ദേഹത്തിന്റെ അച്ഛൻ പറഞ്ഞത് വൻമരം വീഴുമ്പോൾ ചെറിയ പ്രകമ്പനമൊക്കെ ഉണ്ടാവുമെന്ന്. മനസ്സിലായില്ലേ? അപ്പം അത് സിഖ് കൂട്ടക്കൊലയ്ക്ക് അനുകൂലമായിട്ടാണ് സംസാരിച്ചത്. ഈ ഖാലിസ്ഥാൻവാദികൾ ഇദ്ദേഹത്തിന് പോലും രഹസ്യാന്വേഷണ വിഭാഗം പറഞ്ഞേക്കുന്ന ഇദ്ദേഹത്തെ പോലും ആവശ്യം വന്നാൽ വധിക്കുമെന്നാണ്. അത്രയ്ക്ക് പകയുണ്ട് ഇതുകൊണ്ട്. അവരുടെ കൂടെയാണ് പോയിരുന്നിട്ട് ഇന്ത്യക്കെതിരെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ കൂടെ പോയിരുന്ന അവർക്ക് സപ്പോർട്ട് കൊടുക്കുന്നത്, പാകിസ്ഥാനെതിരെ സംസാരിക്കുന്നതിന് സപ്പോർട്ട് കൊടുക്കുന്നത്, ഇന്ത്യക്കകത്തെ ഇന്ത്യൻ എക്കണോമി അല്ലെങ്കിൽ ഇന്ത്യ തകർക്കുന്നതിന് വേണ്ടിയുള്ളവന് സപ്പോർട്ട് കൊടുക്കുന്നത്, ഇന്ത്യക്ക് നാളെ കലാപം ഉണ്ടാക്കുന്നതിന് വേണ്ടി സപ്പോർട്ട് കൊടുക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരുത്തിനെ ഇന്ത്യ പ്രതിപക്ഷ നേതാവായാലും ആരായാലും ശരി ബാക്കിയുള്ള രാജ്യങ്ങൾ ചെയ്യുന്ന പോലെ പിടിച്ചകത്തിട്ട് വേണ്ട നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. അതിന് BJP തയ്യാറെടുക്കണം, ഇവിടുത്തെ ജനങ്ങൾ അതിന് കൂട്ടുനിൽക്കണം. ഇത്തരത്തിൽ രാജ്യവിരുദ്ധ ശക്തികളെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരാളെ നമുക്ക് ഇന്ത്യയുടെ നേതാവായിട്ടും അല്ലെങ്കിൽ ഈ ഇന്ത്യക്കാരനുമായിട്ടും ഒന്നും കാണാൻ സാധിക്കത്തില്ല. കൃത്യമായ നടപടിയുമായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് നമുക്ക് അതിനകത്ത് പറയാനുള്ളത്. അങ്ങനെ തന്നെ ആയിരിക്കണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.